يا رب هن الخاتمة. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവേ വിശുദ്ധ ഖുർആനോദി ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഹദ്ദാദ് ചൊല്ലി അസ്മാഉൽ ഹുസ്ന ചൊല്ലി മുത്തുമുമിനീങ്ങളും മുത്തുമുമിനാത്തുകളും യജമാനനായ റബ്ബായ നിന്നിലേക്ക് നീട്ടിയ കരങ്ങളാണല്ലോ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്, ഞങ്ങളെ ബദരിയം കുടുംബത്തെ നീ സ്വീകരിക്കണേ അല്ലാഹ്. മദനിയം കുടുംബത്തിന്റെ മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാഹ്. എന്തെല്ലാം നീയത്തുകൾ ഓരോരുത്തരുടെയും കൽബിലുണ്ടോ എല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ കുടുംബപരമായി, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ഓരോരുത്തരും അനുഭവിക്കുന്ന വേദനകളെ, പ്രയാസങ്ങളെ, വിഷമങ്ങളെ എല്ലാം നിനക്ക് അറിയാമല്ലോ അല്ലാഹ്. കാമിലായ ഒരു പരിഹാരം ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാഹ്, ഐബാക്കല്ലേ അല്ലാഹ്. നിന്റെ മഹാന്മാരുടെ കാവല് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ മഹാന്മാർ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാഹ്. ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് ഞങ്ങളെ നീ ഉയർത്തണേ റബ്ബേ. എല്ലാ ഖൈറിന്റെ വാതിലുകളും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാഹ്. ഞങ്ങളെ ഈമാന് നീ സലാമത്തിലാക്കണേ അല്ലാഹ്. ഈമാന് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ തരല്ലേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും എല്ലാ അപകട ബലാ മുസീബത്തുകളിൽ നിന്നും കാക്കണേ അല്ലാഹ്. എല്ലാ കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്നും, എല്ലാ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവല് നൽകണേ റഹ്മാനെ. അവരുടെ കുതന്ത്രങ്ങളും അവരുടെ സർവ്വ ഫിത്നകളും അവരിലേക്ക് തന്നെ നീ തിരിച്ചയക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഈമാന് സലാമത്തിലാക്കണേ അല്ലാഹ്. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ ഐബാക്കല്ല അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കി തരണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ്, ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്, ആലിമീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഖബറിന്റെ അടുത്ത് വന്ന് ഖുർആൻ ഓതുന്ന മക്കളാക്കണേ അല്ലാഹ്. മക്കളുടെ ഖൈറായ ഉയർച്ച കാണാൻ ഞങ്ങൾക്ക് നീ വിധി കൂട്ടണേ റഹ്മാനെ. ഞങ്ങളെ മദനീയം കുടുംബത്തിൽ മക്കളില്ലാത്തവരുണ്ട്, നല്ല മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മദനീയം കുടുംബത്തിൽ വിവാഹപ്രായമായവരുണ്ട്, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാഹ്. മുമ്പ് കല്യാണം കഴിഞ്ഞ് ഒഴിവായവരുണ്ട്, അവർക്കും നല്ല ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട്, മക്കളിൽ ഉണ്ട്, ഭർത്താക്കന്മാരിലുണ്ട്, സഹോദരങ്ങളിലുണ്ട്. അല്ലാഹുവേ നല്ല ജോലി നീ നൽകണേ അല്ലാഹ്. ഇസ്സത്തുള്ള ജോലി
ജോലി നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, എത്രയോ ആളുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചവരുണ്ട്. ജയിലുകളിൽ കുടുങ്ങിയവർക്ക് വേണ്ടി, കടങ്ങളിൽ കുടുങ്ങിയവർക്ക് വേണ്ടി, കിട്ടാനുള്ള ക്യാഷ് കിട്ടുന്നതിന് വേണ്ടി, വിൽക്കാനുള്ള സ്ഥലം വിൽപ്പനക്ക് വെച്ചത് വിറ്റ് കിട്ടാൻ വേണ്ടി, അല്ലാഹുവേ, അങ്ങനെ തുടങ്ങി പരിശുദ്ധമായ ഹജ്ജും ഉംറയും ഉദ്ദേശിച്ചവർ, ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നവർ, പുറപ്പെടാനിരിക്കുന്നവർ, അതിനു വേണ്ടി തയ്യാറായവർ, എല്ലാ നിലക്കും അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച ഒരുപാട് മുത്തുമൂമിനീങ്ങൾ, മുത്തുമൂമിനാത്തുകൾ, ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ, ഖായിബാക്കല്ലേ അല്ലാ, വിഷമത്തിലാക്കല്ലേ അല്ലാ, പ്രയാസത്തിലാക്കല്ലേ അല്ലാ, പരിഹാരത്തിന്റെ വഴി നീ കാണിച്ചു തരണേ അല്ലാ. ഞാൻ ജോലി ചെയ്യുന്ന കാന്തപുരത്ത് 2 കുട്ടികൾ കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു പോയി. ആരും പോകാത്തൊരു ഭാഗത്തുള്ള വലിയൊരു കിണർ, വലിയ കുളമാണ്. ആ കുളത്തിലേക്ക് ആ മക്കൾ എങ്ങനെ എത്തി? അല്ലാ, ചെറിയ മക്കളാണ്. ഞാന് വളരെയധികം ഞങ്ങളെ സ്നേഹിക്കുന്ന കുടുംബത്തിലെ മുക്കിട്ടാച്ചമൽ അബ്ദുർ റസാഖിന്റെ മകനാണൊന്ന്. അല്ലാ, 2 മക്കൾക്കും നീ സ്വർഗം നൽകണേ അല്ലാ, ശുഹദാക്കളുടെ കൂലി കൊടുക്കണേ അല്ലാ. ആ മാതാപിതാക്കൾക്കും കുടുംബത്തിനും അല്ലാഹുവേ നീ വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ, വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ, വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പ്രത്യേകിച്ച് ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ കൽബില് വലിയ ക്ഷമ നീ ഇട്ട് കൊടുക്കണേ അല്ലാ. ചെറിയ മക്കള് മരിച്ചാൽ ആ മക്കള് നാളെ സ്വർഗത്തിലേക്ക് കൈപിടിക്കാനുണ്ടാകുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അല്ലാഹുവേ, സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന മക്കളായി ആ മക്കളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അങ്ങനെ എത്രയെത്ര ആളുകളാ അപകടങ്ങളിൽ പെടുന്നത്. യാ റബ്ബ്, ഒരു അപകടത്തിലും ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാ, ഒരു ദുരന്തത്തിലും ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാ. ഞങ്ങൾക്ക് നീ കാവലാകണേ റഹ്മാനെ, ഞങ്ങൾക്ക് നീ രക്ഷയാകണേ അല്ലാ. പരീക്ഷ എഴുതുന്നവരും എക്സാം എഴുതുന്നവരും നീറ്റ് പരീക്ഷ എഴുതുന്നവരും അതിനു വേണ്ടി തയ്യാറായവരും കാത്തിരിക്കുന്നവരുമായ ആളുകൾ ഉന്നതമായ വിജയം നൽകണേ അല്ലാ, ഉന്നതമായ വിജയം നൽകണേ അല്ലാ, ഉന്നതമായ വിജയം നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ നല്ല റാഹത്തോടെ പരീക്ഷ എഴുതാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങൾ വന്ന് തന്ന് ശിക്ഷിക്കല്ലേ അല്ലാ, പരീക്ഷിക്കല്ലേ അല്ലാ. തന്ന രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ലാ. ഗർഭസംബന്ധമായ രോഗങ്ങളെ, ശരീരവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ, കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ, കരളുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ, മജ്ജയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ, ശരീരത്തിന്റെ പല അവയവങ്ങളിലേക്കും പടർന്ന് പന്തലിക്കുന്ന രോഗങ്ങളെ, അല്ലാഹുവേ, ക്യാൻസർ, ട്യൂമർ, ന്യൂമോണിയ പോലെ ശരീരത്തെ കാർന്നു തിന്നുന്ന ഒരുപാട് രോഗങ്ങളെ, എല്ലാ രോഗങ്ങളിൽ നിന്നും ശിഫ തരണേ അല്ലാ, ശിഫ തരണേ അല്ലാ, ശിഫ തരണേ അല്ലാ. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ആ പുണ്യമേറിയ മണ്ണിലെത്തിക്കണേ അല്ലാ. ഈ വർഷത്തെ ഹജ്ജിലും ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. വഴികൾ എളുപ്പമാക്കണേ അല്ലാ, വഴികൾ എളുപ്പമാക്കണേ അല്ലാ.
അല്ലാഹുവേ ഹജ്ജിന് വേണ്ടി ഉദ്ദേശിച്ചവർക്ക് ആ പുണ്യമേറിയ മണ്ണിലെത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഈ വർഷത്തെ ഹജ്ജിൽ അറഫയിൽ വെച്ച് മദനിയം കുടുംബത്തിന് ദുആ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. തൗഫീഖ് തരണേ അല്ലാ. തൗഫീഖ് തരണേ അല്ലാ. വഴികൾ എളുപ്പമാക്കണേ റഹ്മാനേ. വഴികൾ എളുപ്പമാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉപ്പമാർ, ഉമ്മമാർ, ഭർത്താക്കന്മാര്, ഭാര്യമാര്, മക്കളെ, കൂട്ടുകുടുംബങ്ങളെ, ഒരുപാട് ആളുകൾ ഈ വെള്ളിയാഴ്ച രാവിൽ നമ്മളെയും പ്രതീക്ഷിച്ച് ഖബറുകളിൽ കഴിയുകയാണ്. ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഓതിയ ഖുർആനും ദിക്റും സ്വലാത്തും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയും എല്ലാം അവരെ ഖബറുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. സാധുവായ എൻ്റെ ഉപ്പയുണ്ട്, എൻ്റെ സഹോദരിയുണ്ട്. ഈ മജ്ലിസിൽ ഞങ്ങളുടെ കൂടെ ആമീൻ പറയുന്ന, ഖുർആനോദി, ദിക്ർ ചൊല്ലിയ, സ്വലാത്ത് ചൊല്ലിയ ഏതെല്ലാം മുത്തുമൂമിനീങ്ങൾ, മുത്തുമൂമിനാത്തുകൾ, അവരുടെ ഉപ്പമാർ, ഉമ്മമാർ, ഭർത്താക്കന്മാര്, ഭാര്യമാര്, മക്കള്, കൂട്ടുകുടുംബങ്ങൾ ആരൊക്കെയുണ്ടോ എല്ലാം നിനക്ക് അറിയാമല്ലോ അല്ലാ. ത്വയ്യിബിന്റെ പാപ്പാന്റെ ആണ്ടിന്റെ ദിവസമാണ്. വലിയ മുഷാവറയുടെ മെമ്പറായിരുന്നു, വലിയ ആലിമായിരുന്നു. അല്ലാഹുവേ, അവരടക്കം എല്ലാവരുടെയും ഖബറുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ റബ്ബേ. ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. റബ്ബന